നമസ്കാരം. T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ദയനീയ ഫോമാണ്. നേരത്തെ സിക്സറുകളായിരുന്ന അദ്ദേഹത്തിന് വീക്ക്നെസ്സുകളെങ്കിൽ ഇപ്പോൾ അത് ഡെക്കുകളായി മാറിയിരിക്കുകയാണ് എന്ന് പറയാം. സഞ്ജുവിനെതിരെ ട്രോളുകൾ വന്ന കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ അഭിഷേക് കസറുന്നൊരു സമയമുണ്ടായിരുന്നു. തൊട്ടാൽ, അതായത് ബോളൊന്ന് ഫേസ് ചെയ്ത ബാറ്റിലൊന്ന് അഭിഷേക് തൊട്ട് കഴിഞ്ഞാൽ സിക്സറുകൾ പറക്കും. ഇപ്പോഴത്തെ നിരാശയുടെ 3 മുട്ടകളാണ് അഭിഷേകിന്റെ പക്കലുള്ളത്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നതാണ് യഥാർത്ഥപ്പെട്ട ചോദ്യം. ശരിക്കും അഭിഷേകിന് എവിടെയാണ് ഒരു ചെറിയ പിഴവ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വയറിന്, അതായത് ആമാശയത്തിന് ചില പ്രശ്നങ്ങൾ കാരണം 2 കളികൾ അദ്ദേഹം കളിച്ചിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ആകെ അസ്വസ്ഥനായി കാണപ്പെട്ടത്. ക്ഷീണിതനായും ശുഭിതനായും വിഷമത്തിലും ഒക്കെയാണ് അഭിഷേകിനെ അവിടെ കണ്ടത്. എന്താണ് അഭിഷേകിന് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി അത് തിരുത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കും. ഏതൊരു സമയത്തും അകത്തേക്ക് കയറാൻ തയ്യാറായി നിൽക്കുകയാണ് സഞ്ജു. സഞ്ജുവിനെ കയറ്റാനും ടീമിനകത്തും പുറത്തുമൊക്കെ നിരവധി പേർക്കും ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ അഭിഷേക് നന്നായി കളിച്ചില്ലെങ്കിൽ സഞ്ജുവിനെ കയറ്റുകയും അഭിഷേകിൻ്റെ കാര്യം കട്ടപ്പുകയായി മാറുകയും ചെയ്യും. ശരിക്കും സഞ്ജുവിനാണ് ആരാധകർ കൂടുതലെങ്കിലും അഭിഷേകിൻ്റെ ഈ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പലരും അഭിഷേകിന് പിന്തുണ അർപ്പിക്കുന്നത്. എന്ത് പറ്റി അഭിഷേക്? സഞ്ജുവിൻ്റെ വിഷമം കാരണം ഞങ്ങൾ എല്ലാവരും അഭിഷേകിനെ കുറ്റപ്പെടുത്തിയെങ്കിലും അഭിഷേകിന് എന്താണ് സംഭവിച്ചതെന്ന് ആരാധകർ കമൻറ്റ് ബോക്സുകളിലും ടോട്ടൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെയും ഇപ്പോൾ ട്രോളുകൾ നിറയ്ക്കുന്നുണ്ട്. എന്നാൽ കളിയാക്കലിൽ നിന്ന് സങ്കടത്തിൻ്റെ ട്രോളുകളാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറയാം. അതിനെ ട്രോളായി പറയാൻ സാധിക്കില്ലെങ്കിലും അത്തരത്തിൽ പോസ്റ്റുകൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ടൂർണമെന്റിൽ റൺവേട്ടക്കാരിൽ തലപ്പത്ത് ഫിനിഷ് ചെയ്യുമെന്ന് പ്രവചിക്കപ്പെട്ട അദ്ദേഹം ഇതുവരെ അക്കൗണ്ട് പോലും തുറന്നിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാം. കളിച്ച 3 മത്സരങ്ങളിലും ഡെക്കായ അഭിഷേകിന് അസുഖം കാരണം ഒരു കളിയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 കളികളിൽ ശരിക്കും പറഞ്ഞാൽ 0. എന്നാൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ ഈ മോശം ഫോം ഇന്ത്യയെ സംബന്ധിച്ച് നല്ല കാര്യമാണ് എന്നതാണ് കൗതുകകരമായ ഒരു കാര്യമെന്ന് പറയാം. ടീം ഒരിക്കൽ കൂടി തന്നെ കിരീടം ഉയർത്താനുള്ള സാധ്യതകൾ വർദ്ധിച്ചു എന്നാണ് ചിലരൊക്കെ സൂചനകൾ കൊണ്ട് ഇപ്പോൾ എഴുതി തീർക്കുന്നത്. ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് അറിയുമ്പോൾ തന്നെ അഭിഷേകിന് ചെറിയൊരു സന്തോഷം തോന്നുമെന്നും അഭിഷേകിന്റെ ആരാധകർക്കും ചെറിയൊരു സന്തോഷം തോന്നാമെന്ന് പറയുന്നു. എന്നിരുന്നാലും അഭിഷേകിന്റെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നന്നായി കളിച്ചില്ലെങ്കിൽ അതൊരു വല്ലാത്ത പ്രശ്നത്തിലേക്ക് മാറും. അദ്ദേഹത്തിന്റെ കരിയർ ലോസായി മാറും. അഭിഷേക് ശർമ്മയുടെ ദയനീയ ഫോം ഇന്ത്യയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം 2024 അവസാനത്തെ T20 ലോകകപ്പ് തന്നെയാണെന്ന് പറയാം. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും നടക്കുന്ന ഒരു വേദി, അല്ലെങ്കിൽ സംയുക്ത വേദിയായ ടൂർണമെന്റിൽ സംഭവിച്ചത് സമാനമായ ഒരു കാര്യമാണെന്ന് തന്നെ പറയുന്നുണ്ട്. അന്ന് ടീമിന്റെ ഓപ്പണിംഗ് ജോഡികൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുൻ നായകനായിട്ടുള്ള വിരാട് കോഹ്ലിയുമായിരുന്നു. ഈ സൂപ്പർ ഓപ്പണിംഗ് കോംബോ ടൂർണമെന്റിൽ തന്നെ വൻ വിജയമാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചാണ് എന്ന് പറയാം. രോഹിത് മികച്ച പല ഇന്നിംഗ്സുകൾ കളിച്ചപ്പോൾ കോഹ്ലി തുടരെ ബാറ്റിംഗിൽ ഫ്ലോപ്പായിക്കൊണ്ടിരുന്ന ഒരു കാഴ്ച നമ്മൾക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യമാണ്. ഇതോടെ തന്നെ അദ്ദേഹത്തെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റി പകരം ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളിനെ പരീക്ഷിക്കണമെന്ന ആവശ്യങ്ങളും ഉയർന്നു വരികയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ടീം മാനേജ്മെന്റ് കോഹ്ലിയെ തന്നെ ഉറച്ചു നിർത്തുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യത്തെ 3 മത്സരങ്ങളിൽ കോഹ്ലിയുടെ സമ്പാദ്യം വെറും 5 റൺസായിരുന്നു. ഒരു കളിയിൽ ഗോൾഡൻ ഡെക്ക് ആവുകയും ചെയ്തു. അയർലൻഡിനെതിരെ 1 റൺസുമായി തുടങ്ങിയ അദ്ദേഹം പാകിസ്ഥാനെതിരെ 3 ബോളിൽ നേടിയത് വെറും 4 റൺസ് മാത്രമായിരുന്നു. USA-ക്കെതിരെ കോഹ്ലി ഡെക്കാവുകയും ചെയ്തിരുന്നു. ഈ ലോകകപ്പിലും ഏറെക്കുറെ സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത്. ഇഷാൻ കിഷൻ അഗ്രസീവ് ഇന്നിംഗ്സുകളുമായി ഓപ്പണിംഗിൽ മിന്നിക്കുമ്പോൾ അഭിഷേക് ശർമ്മ റൺസില്ലാതെ പതറുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ ടൂർണമെന്റ് മുന്നോട്ട് പോകവേ അദ്ദേഹം ബാറ്റിംഗിൽ പഴയ ടച്ച് വീണ്ടെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ടീമിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്.